ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു വ്യൂ കാണിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും. തമിഴ്നാട് കണ്ട പോലെ ഉംറയിലാണ്. എനിക്ക് വന്നതും പോയതും മീൻസ് നടന്നതൊന്നും അധികമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് ഉംറ ഇവിടെ മക്കത്ത്. ഉംറയൊക്കെ ചെയ്തു, അൽഹംദുലില്ലാ. എല്ലാം റാഹത്ത് തന്നെയാണ്. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ലോഗ് പോലെയോ അല്ലെങ്കിൽ വളരെ എല്ലാ വിഷ്വൽസും കവർ ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ല. അതെനിക്ക് ആദ്യം അറിയായിരുന്നു എനിക്കത് പറ്റില്ല എന്ന്. കാരണം ഫസ്റ്റ് ടൈം പോവാണ്. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് തോന്നിയില്ല. നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ അതിൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്നതും ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ കോട്ട് ചെയ്യാം. ഉംറക്ക് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, എന്താന്ന് പറയുക, ഭയങ്കര ഒരു ടെൻഷനും എന്തോ ഒരു ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് ഹാപ്പിനെസ്സിൻ്റെ പുറമെ ഒരു ടെൻഷൻ ഉള്ളിലിങ്ങനെ ഉണ്ട്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ശരിക്കും ചെയ്യാൻ പറ്റുമോ, വിചാരിച്ച പോലെ എല്ലാം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു കൂട്ടം ടെൻഷന് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല ഡിലേ ആവുകയും ചെയ്തു. ക്രിസ്മസ് ആണല്ലേ? ഭയങ്കര ഹെഡേക്ക്. ഇപ്പോൾ ടൈം ഇവിടെ 3:30 ആണ്. 3:30 കഴിഞ്ഞു. ജസ്റ്റിനൊരു കോഫിക്ക് പറഞ്ഞു. പൊതുവെ തിരക്ക് കുറവ്. എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ പിന്നെയും ഇതിലേറെ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം തീരെ വശമില്ല. എങ്ങനെയുണ്ട് ഷുട്ടു ചിപ്സ്? ഗുഡാണോ? ഇത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഉംറ പ്ലാൻ അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഒരു ഉംറക്ക് എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ജസ്റ്റ് നമ്മുടെ മനസ്സിൽ മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ, അത് മുടങ്ങിപ്പോയി. പിന്നീട് 2ാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ആക്ച്വലി എല്ലാം റെഡി ആയതായിരുന്നു. മെൻ്റലി എല്ലാം പ്രിപ്പയർ ആയതായിരുന്നു. ഡ്രസ്സ്, നല്ല പ്രിപ്പറേഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡി ആയിരുന്നു. അവസാനം വെച്ച് അത് മുടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ കൊല്ലവും നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ എനിക്കിത് മുടങ്ങരുത് എന്നുള്ളത് ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴും മീൻസ് മുടങ്ങുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളങ്ങോട്ട് ഫോർവേഡ് ചെയ്തു, എവിടെ വരെ പോകും, നമുക്ക് പറ്റുകയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പോകണ്ട, അങ്ങനെ തന്നെ കരുതിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ ഒരു ഇതിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ഉംറക്ക് പോകണം എന്ന് വിചാരിക്കുന്ന സമയം മുതൽ മീൻസ് അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്കൊരു ഖത്തം തീർക്കണം, ഖത്തം തീർത്തിട്ട് വേണം എനിക്ക് ഉംറക്ക് പോകാനെന്നുള്ളൊരു ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നവംബർ ഒരു സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഖത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഖുറാൻ. അപ്പം അൽഹംദുലില്ലാ എനിക്കത് ഖത്തം തീർക്കാൻ പറ്റി. ആക്ച്വലി അത് ഖത്തം തീർക്കാൻ പറ്റിയെന്നല്ല, അത് ആക്ച്വലി എൻ്റെ ഒരു വേ ഓഫ് പ്രേയിങ് കൂടിയായിരുന്നു. മീൻസ് അതായത് എനിക്കങ്ങോട്ട് പോകണം, അത് ഉംറ ചെയ്യണം, അതിന് മുടങ്ങരുത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് മനസ്സിൽ കരുതിയിട്ടായിരുന്നു ഞാൻ ആക്ച്വലി ഖത്തം കരുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആക്ച്വലി ഫ്ലൈറ്റിൽ 7:30 എടുക്കുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 4 അവിടെ എത്തി. 3 hours മുമ്പ് ഇടുന്ന രീതിയിൽ പോയതായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് വളരെ ലേറ്റ്. അതായത് കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്ന ഉംറ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൽ നിന്ന് വരുന്ന ഉംറേൻ്റെ ആൾക്കാരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 7:30 എടുക്കേണ്ട ഫ്ലൈറ്റ് 9 മണിക്കാണ് എടുത്തത്. അത്രയും നേരം ഫ്ലൈറ്റിൽ മീൻസ് ലാഗായി. പക്ഷെ അത് ബാധിച്ചൊന്നുമില്ലടോ. ഞാനായാലും ഫാറൂഖായാലും ഷുട്ടു ആയാലും എല്ലാവരും ഉറങ്ങി. മീൻസ് ഫ്ലൈറ്റിൽ നിന്ന് 7:30 അവർ ഫ്ലൈറ്റിൽ നമ്മളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. എടുത്തത് 9 ആയിരുന്നു. പക്ഷെ
9 മണിക്ക് നമ്മൾ പെട്ടെന്ന് കണ്ണുറന്നപ്പോൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണെന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കുന്നത് ഡ്രൈ ആവുന്നുണ്ട്. ഇവിടെ നല്ല കോൾഡാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് യാത്ര സുഖമായിരുന്നു, നല്ലതായിരുന്നു. ജിദ്ദ എയർപോർട്ടിലെത്തി. ജിദ്ദയിൽ നിന്ന് പിന്നെ ഡയറക്റ്റിങ് മക്കത്ത് വന്ന് അങ്ങനെ ഫസ്റ്റ് ഉംറ ചെയ്തു. നല്ല രീതിയിൽ ചെയ്തു. അത് മോനാണ്, അവനെ ചിപ്സും ചോക്ലേറ്റും ബിസ്ക്കറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ മീൻസ് മര്യാദക്ക് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഉംറ ചെയ്തു. ഫസ്റ്റ് ഉംറ പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുഞ്ഞിവനെ ഉറങ്ങി ഉംറൻ്റെ ഇടയ്ക്ക്. ബട്ട് തവാഫിന് ഓരോ റൗണ്ടും, ഒരു റൗണ്ട് ഹസ്ബൻഡ് ഇവനെ ഹോൾഡ് ചെയ്യും, അടുത്ത റൗണ്ട് ഞാൻ ഹോൾഡ് ചെയ്യും, അങ്ങനെ 7 റൗണ്ട് അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പറയുന്നത് ഇവന് ആക്ച്വലി ഉറങ്ങി നന്നായി. ഇഫ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. എന്തായാലും അവർക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ ഉറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ബഹളവും കച്ചറയും എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഇവരാകെ പാനിക്കായിട്ട് കരയുമായിരുന്നു. ഉറങ്ങിയോണ്ട് പിന്നെ എടുക്കുന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തവാഫ് കഴിഞ്ഞ് സഫ മർവൻ്റെ ഇത് സഈ ചെയ്യാൻ വേണ്ടി പോയി. ആ സമയത്ത് ഇവന് എണീറ്റു. അപ്പം ഇടയ്ക്ക് എടുക്കേണ്ടിയും ഇടയ്ക്ക് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാറി മാറി ചെയ്യുന്നു ചെയ്ത്. പിന്നെ ഫസ്റ്റ് ഉംറ കഴിഞ്ഞ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയാറുണ്ട് ഉംറ വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഈസി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി കുഞ്ഞിനായിട്ട്, പക്ഷെ എല്ലാവരും കുഞ്ഞിനായിട്ട് പോണവരുണ്ട്. മേ ബി ഞാൻ പോയത് ഈ ഒരു സീസൺ ടൈം ആയതുകൊണ്ടാവാം. തിരക്ക് കൊണ്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഭയങ്കരമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ അതല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ചൊല്ലേണ്ട കാര്യങ്ങൾ, ദിക്റുകൾ, ഇന്ന സ്ഥലത്ത് എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഒരു വലിയൊരു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ ഈസിയാണെന്നൊന്നും പറയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യണമെന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. അതായത് ഉംറ തന്നെയാണ് വളരെ ഈസിയായ ഒരു കാര്യം എന്ന് ഞാനിനി ഒരിക്കലും ആരോട് പറയില്ല. അത് അത്യാവശ്യം ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്പുകളുള്ള ഒരു കർമ്മം തന്നെയാണ് ഉംറ. അങ്ങനെ ഫസ്റ്റ് ഉംറ ചെയ്തു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച എന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ ഹസ്ബൻഡും മോനും ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 7 o'clock ഒക്കെ ആയപ്പോൾ ജസ്റ്റ് അടുത്ത് തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. നമുക്ക് നടക്കാനുള്ള ഒരു ദൂരമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. നമുക്കിപ്പം കുറച്ച് ദൂരെയാണെന്നെങ്കിൽ നമുക്ക് എപ്പോഴും ടാക്സി എടുക്കാനും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോരാനൊന്നും അത്ര ഒരു ധൈര്യം കിട്ടില്ലല്ലോ. അതിപ്പം നടക്കുന്ന ദൂരമാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാനൊരു ധൈര്യമാണ്. അങ്ങനെ ഒരു 7 ഒക്കെ ആയപ്പോൾ ജസ്റ്റ് ഇറങ്ങി, ഇവർ ഉറങ്ങിയിരുന്നു. അപ്പോൾ ജസ്റ്റ് പോയി ഒന്ന് നിസ്കരിച്ച് കുറച്ച് നേരം ഇരിക്കാം എന്നൊക്കെ കരുതി പോയതാണ്. പക്ഷേ ഹായ് അസ്സലാമു അലൈക്കും. രാവിലെ ഹറമിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 6:30 ഒക്കെ ആയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഹറമിലേക്ക് പോവാണ്. എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസത്തിന് ക്ലിപ്പ് അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ അങ്ങനെ എടുക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഇന്നലെ എനിക്ക് ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും നമ്മളതിൽ ബ്ലിങ്കായി പോകും.
സൊഫ തിരിക്കുന്നത് വെച്ചാൽ മൊത്തം ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ട് കഅബയുടെ ചുറ്റും അപ്പോൾ തന്നെ സൊഫ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേര്, അപ്പോൾ എനിക്ക് മനസ്സിലായി ജുമാൻ്റെ സൊഫ ആക്കാൻ എല്ലാവരും പാനിക്കായി ഓടുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് എന്തോ ചെയ്യാണ്. അതിൽ ഞാൻ ഈ ലേഡീസിൻ്റെ കൂടെ കയറി. അപ്പം ഇതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ ജുമാൻ്റെ സമയത്ത് ഫസ്റ്റത്തെ ഈ ഹറമിൻ്റെ പള്ളീൻ്റെ ഉള്ളിലില്ലേ, അതിൻ്റെ ഉള്ളിൽ പുരുഷന്മാരാണ് അധികം ഇരിക്കുക. അവർ എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങളുള്ളതുകൊണ്ട് ഇഹ്റാമിലുള്ള പുരുഷന്മാരാണ് അവരധികം സോഫയിൽ നിർത്തുക. എന്നിട്ട് അവസാനത്തേക്കോ അല്ലെങ്കിൽ ചുറ്റുള്ള പള്ളികളിലോ ആണ് സ്ത്രീകൾ അധികം ഇരിക്കാറ്. അങ്ങനെ അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഈ ഹറമിൻ്റെ മുന്നിലിരിക്കണം എന്നുള്ള, മീൻസ് കഅബൻ്റെ അവിടെ നിൽക്കണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി ഞാനൊരു സെറ്റ് ഓഫ് ആൾക്കാരെ കൂടെ ഇരുന്നു. അവിടുന്ന് പോലീസുകാർ വന്ന് പിന്നെയും പറ്റില്ല എണീക്കണം പറഞ്ഞ് എണീപ്പിച്ചു. അപ്പോൾ ഞാൻ ബാക്കിൽ പോയിരുന്നു. പിന്നെയും പറ്റില്ല പറഞ്ഞ് എണീപ്പിച്ചു. അങ്ങനെ ഞാൻ മാത്രമല്ല, ഒരു ടീമായിട്ട് ബാക്കിയിരുന്നു. അങ്ങനെ കുറേ പേര് പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി. ഞാൻ എണീറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് പിന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നു, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം എന്നുള്ളത്. ലാസ്റ്റ് അൽഹംദുലില്ലാ അവർ ബാരിക്കേഡ് കറക്റ്റ് എൻ്റെ മുന്നിൽ വെച്ച് ബ്ലോക്ക് ചെയ്ത്, എന്താ പറയുക, ബ്ലസ്ഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം. ഞാൻ നോർമലി ഒരു 7 മണിക്കായപ്പോൾ പോകുന്നതായിരുന്നു. ജസ്റ്റ് ഇവിടെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് പെട്ടെന്ന് സൊഫൊക്കെ തിരിക്കുന്നത്, ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചിരിക്കണം. അപ്പോൾ നോക്കുമ്പോഴാണ് ഫ്രൈഡേ ആണല്ലോ, ജുമാക്ക് വേണ്ടിയിട്ടുള്ള സൊഫ് ശരിയാക്കാമെന്ന് മനസ്സിലായത്. അപ്പോൾ ലൈക്ക് പൊതുവേ ജുമാക്ക് അറിയാലോ, ഇതാണ് ഹറം. കഅബൻ്റെ ചുറ്റും ആണുങ്ങളാണ് പൊതുവേ ഈ ജുമാ നിസ്കാരത്തിന് അവരിരുത്തുക. ചുറ്റുള്ളതൊക്കെ പള്ളിയാണ്. അപ്പോൾ അതിനുള്ളിൽ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അതിനുള്ളിൽ. പക്ഷേ ഈ മക്കൻ്റെ അടുത്തല്ല, കഅബൻ്റെ അടുത്ത് സ്ത്രീകൾ അവരെ ഇരുത്തിയില്ല. കാരണം അത്രയും ആണുങ്ങളാണ് ഇരിക്കാനുള്ളതുകൊണ്ട്. പക്ഷെ അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ അവസാനത്തെ ഒരു 3-4 സോഫ അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഗസ്മി, ഞാൻ എവിടെയാണ്? സ്ത്രീകളുടെ ആദ്യത്തെ സോഫിൽ ഞാൻ എങ്ങനെ ഈ സോഫയിൽ എത്തിയെന്ന് എനിക്കറിയില്ല. ആദ്യം ഞാൻ കുറച്ച് മുന്നിലായിരുന്നു. അവിടുന്ന് പോലീസുകാർ കുറേ പേരെ മാറ്റി, അല്ലെങ്കിൽ പിന്നെ ബാക്കിൽ പോന്നു. അങ്ങനെ മാറ്റി കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവർ ഈ ബാരിക്കേഡ് വെച്ച് ലോക്ക് ചെയ്തു. എങ്ങനെ പറയാം, വെള്ളിയാഴ്ച ജുമയുടെ സ്ത്രീകളുടെ ഫസ്റ്റ് സഫിൽ ഒരാളായിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. എനിക്കിത് പറഞ്ഞാൽ ഭയങ്കര ബ്ലസ്ഡ്. എനിക്ക് തോന്നുന്നു ഞാൻ അതായത് ഉംറ ചെയ്തത് ഭയങ്കരമായിട്ടുള്ള വളരെ സന്തോഷം, നമുക്ക് അഭിമാനം അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും എനിക്ക് ഈ ഒരു ഡെസ്റ്റിനി പോലെ എനിക്ക് വേണ്ടി വെച്ചതുപോലെ എനിക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ കറക്റ്റ് എന്നെ മാത്രം ഇങ്ങനെ ഞാൻ കറക്റ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ അവിടുന്ന് എണീറ്റ് പോകും, കറക്റ്റ് ഞാൻ പെടുകയും ചെയ്തു. അപ്പം എനിക്കത് ഭയങ്കര ഒരു മൊമെൻ്റ് ഓഫ് ദി ഡേ ആയിരുന്നു. അങ്ങനെ ഉംറ ചെയ്തു കഴിഞ്ഞു, ജുമ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സിയാറത്തിനൊക്കെ പോയി. സിയാറത്ത് എന്ന് പറയുമ്പോൾ കുറേ ജബലുന്നൂർ, ജബലുർ റഹ്മ, അങ്ങനെ പിന്നെ ഇസ്മായിൽ നബീനെ അറക്കാൻ കൊണ്ടുപോയ സ്ഥലങ്ങൾ, പിന്നെ ഹജ്ജിന് അറഫ ഒത്തുകൂടലിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ, അവർ രാപ്പാർക്കണ മീന, പിന്നെ കല്ലെറിയണ സ്ഥലം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ സിയാറത്ത് പോലെ ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൊത്തമായിട്ടൊരു വ്ളോഗായിട്ട് എടുക്കാൻ എനിക്ക് പറ്റില്ല. ബട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഈ സൈഡിലൊക്കെ ഉണ്ട്. എനിക്കറിയില്ല ഇങ്ങനെ പ്രാവ് വരുന്നത്, പക്ഷെ എന്താ രസം. എനിക്കതൊരു ഭംഗിനെക്കാളും കൂടുതൽ ഭയങ്കര റിലാക്സ്, ഭയങ്കര പീസ്ഫുൾ. എനിക്ക് മീൻസ് പണ്ടൊന്നും അറിയില്ലായിരുന്നില്ല നമ്മൾ പീസ് ഇൻസ്റ്റാഗ്രാമിലല്ലോ വാട്സപ്പ് ഇമോജിലടിക്കുമ്പോൾ ഒരു വൈറ്റ് ബേർഡ് അല്ലെങ്കിൽ ഒരു ശരിക്കും ഈ ഡൗവിൻ്റെ ഫോട്ടോ വരുമല്ലോ, ശരിക്കും അതെനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ താഴെയാണിത്. ഒരു
6:30 മേ ബി ഇപ്പോൾ ഇപ്പോൾ 7 ആയി ഉണ്ടാവും. ഇപ്പോൾ അത്ര ആയുള്ളൂ. പക്ഷെ എന്തോരം ആൾക്കാരാണ്, കുറേ ആൾക്കാരുണ്ട്. എനിക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫീലായിരിക്കും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും തോന്നില്ല. ഇതിപ്പോൾ ഇന്നലെ ഞാൻ വന്നിരുന്നു, ഇന്നലെ ഞാൻ ഒരു പ്രാവശ്യത്തെ കണ്ടതാണ്. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്കിതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെ മുഴുവൻ ഞാൻ ഇതിൽ ഫുൾ കണ്ട് ഇരുന്നു. ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയും നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാവും. India, but from Oman I'm coming. Basically from India. Nice. Time like 11:30. 11:30. Like it's not almost. Yeah. MashaAllah. Sorry. You're from Turkey. Turkey. Egypt. MashaAllah. Living. First time? Second. Time. Yes. My first. Nice. First. India. Turkey. حبايبنا أنا إيجي من Oman. Oman, but from India. من أكشوال. ഇവിടെ എവിടെ നോക്കിയാലും ഈ പ്രാവുകളുണ്ടാവും. ഈ പ്രാവ് ഉണ്ടാകുമ്പോൾ തന്നെ ഭയങ്കര ഒരു വേറൊരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് ഇതൊന്ന് കാണുമ്പോൾ. അതെനിക്ക് എങ്ങനെയുണ്ടായിരുന്നു പൊന്നു? എങ്ങനെയുണ്ട്? എവിടെ വന്നത് ഷുട്ടു? സൗദിയിൽ എന്തിനാ വന്നേ? ഗോഡിന്റെ അടുത്ത് പ്രേ ചെയ്യാനല്ലേ വന്നേ? എന്തൊക്കെ പ്രേ ചെയ്തു ഷുട്ടു? അതാ പ്രേ ചെയ്യണ്ടേ. അങ്ങനെ പിന്നെ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മീൻസ് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് ആദ്യം അറിയായിരുന്നു. അത് എപ്പോഴൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് നിയർ ബൈ വേണമെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ റൂമൊക്കെ നല്ലതാണ്. റൂമിലെ നല്ല വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് ഓക്കെ. എന്ത് ടീത്ത് എവിടുന്നാ പോയത്? Okay, go and play. ഈ കാണുന്നതാണ് കേട്ടോ സഫ. ഇത് സഹി ചെയ്യണ ഒരു ഏരിയ ആണ് ആക്ച്വലി. പിന്നെ ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ ചിലവർക്ക് വിചാരിക്കാം, മീൻസ് എന്താ ഇങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് എങ്ങനെ
പറ്റി ഉംറ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പറ്റണമെന്ന് ചിലർക്ക് തോന്നാം. ആക്ച്വലി ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉംറ കഴിഞ്ഞതിന് ശേഷം ഒരു രാവിലെ 3:30-4 മണിക്ക് എടുത്തൊരു വീഡിയോ ആണ്. അതായത് എൻ്റെ ഉംറ ഒരു 4 മണിയായപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഇവർ ബാരിക്കേഡ് വെച്ചിട്ട് ഇത് മൊത്തം ക്ലോസ് ചെയ്തു. നമുക്ക് എക്സിറ്റ് തന്നില്ല അവർ. എനിക്കിനി എൻ്റെ ഉംറ കഴിഞ്ഞു, മുടി മുറിച്ചു, എല്ലാം കഴിഞ്ഞു, തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നെ അടക്കം ഈ കുറേ പേര് അവർ ബ്ലോക്ക് ചെയ്തു. അതായത് സുബഹിൻ്റെ സമയമായപ്പോൾ സുബഹി 5:30 കൂടിയും 4 മണിക്ക് അവരങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ഇനി സുബഹി ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഉംറയൊക്കെ ചെയ്താകെ ക്ഷീണിച്ച് എൻ്റെ കാലും കൈയൊക്കെ വേദനിച്ച് ഞാൻ അവിടെ ഇരുന്നു. പിന്നെ പറഞ്ഞാൽ നാട്ടിലത്തെ പോലീസുകാരെ പോലെയോ അങ്ങനെയൊന്നുമല്ല, ഇവർ നോ എന്ന് പറഞ്ഞാൽ നോയാ, പിന്നെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാട്ടോ എനിക്കിതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ആ ഗ്രീൻ ലൈറ്റ് കാണുന്നത് ആക്ച്വലി അവിടെയാണ്, സഫാ മർവ നടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഇത് ചെറിയൊരു ഏരിയ ഒന്നുമല്ല, ഇതൊരു എൻട്രി മാത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ലോണം ഉണ്ട്, അറ്റം വരെയാണ് മർവ. ഇപ്പോൾ ഓരോരുത്തർ കണ്ടോ മുസല്ലൊക്കെ വിരിക്കുന്നത്, അതുപോലെ പുറത്ത് പോകാൻ പറ്റാതെ എൻ്റെ പോലെ ഇവിടെ നിന്നവരാണ്. അത് ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് ഇവരെ പോലെ തന്നെ അവിടെ ഇരുന്ന് എക്സിറ്റ് ആകാൻ പറ്റാതെ അവിടെ ഇരുന്ന് പിന്നെ സുബഹി ബാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സിറ്റ് ആയത്. അതുകൊണ്ടാണ് കേട്ടോ ആക്ച്വലി ഈ വീഡിയോ ഇതിലുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എൻ്റെ ഏതോ ഒരു റീല് കണ്ടിട്ട് ഏതോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് ഉംറക്കൊക്കെ പോയിട്ട് വീഡിയോ എടുത്ത് നടക്കണോ ആ രീതിയിലെന്തോ. അപ്പം ആക്ച്വലി എന്താ എനിക്കിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറില്ല. നിങ്ങൾ ഒരു 4 ദിവസം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ദിവസമാണ് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടാവുക. കാരണം അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല, നമ്മൾ അതിൽ ഇൻവോൾവ്ഡ് ആയി പോകും. നമുക്ക് ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മൾ ഉംറ കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടാനുണ്ട്, ഒരു മാനസികമായിട്ട് നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഫീല് വരാനുണ്ട്. ആ സമയത്താണ് നമുക്ക് ഫോൺ എടുക്കാനും എന്തെങ്കിലും വിഷ്വൽസൊക്കെ പകർത്താനൊക്കെ തോന്നുക. അല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഞാനത് ഒരാൾക്കും ഇത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴായാലും എൻ്റെ ഇന്നത്തെ ഉംറ കഴിഞ്ഞ് അതും രാത്രി മുഴുവനായിട്ട് ഒരു ദിവസം ഈ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം മൊത്തം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും നമുക്കതിൻ്റെ നഷ്ടബോധമൊന്നും തോന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് പീസ്ഫുള്ളായിരിക്കും. ഉംറ കഴിയുമ്പോൾ ഒരു വളരെയധികം പീസ്ഫുൾ. ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. റാൻഡംലി നിലത്തിരുന്ന് റാൻഡംലി ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു വ്യൂ കാണിച്ചു തരട്ടെ. വീഡിയോയിൽ എത്രത്തോളം എനിക്കിതിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഹെവൻ. നോർമലി അവർ ഇവിടെയാണ് ഉണ്ടാവാറ്. അപ്പം ഇന്ന് സുബഹി കഴിഞ്ഞ് ആ ജമാഅത്ത് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെ ഭയങ്കര തിരക്കുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി അവർ ഇവിടെയാണ്. എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്. ലൈക്ക് 2 മണിക്കൊക്കെ പോവുക, സുബഹി നിസ്കരിക്കുക, നിസ്കാരം ദിക്റും ഉംറയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കാഴ്ച കംപ്ലീറ്റ്ലി നമ്മളെ മൈൻഡ് റിലാക്സ് ആക്കണ ഇങ്ങനത്തെ വ്യൂ. ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരൊക്കെ എത്ര ലക്കിയാണ്. കാരണം ഇപ്പം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല. അതായത് വേറൊരു ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടർ ഇല്ല ഇവിടെ.
നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ഈവൻ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും, അവർ വരെ കയ്യിൽ ദിക്ർ ചൊല്ലുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവർക്കപ്പോൾ ഇവരങ്ങനെ തെറ്റ് ചെയ്യണെ കുറിച്ച് ആലോചിക്കില്ല, നിസ്കാരം സ്കിപ്പ് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കില്ല. ബിക്കോസ് ഇത് ഫുൾ ടൈം ഓണാണ്. ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ഉറങ്ങുന്നില്ല ഈ ഏരിയ. അപ്പോൾ തെറ്റും ചെയ്യില്ലല്ലോ. രാവിലെ ആവണു, ഒരു 5:30 ആവണം. ക്ലോക്ക് ടവർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ദുബായിൻ്റെ ഒക്കെ ബുർജ് ഖലീഫ എന്നൊക്കെ പറയണ പോലെ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ ഒരു ഗ്രീൻ ലൈറ്റും ആ ഒരു സ്ട്രക്ചറും അതിന് മുകളിൽ അള്ളാഹു എഴുതിയതിൻ്റെ ആ ഒരു ഫോണ്ടും എല്ലാം നമുക്കൊരു തരം പീസ് തരുന്നു. അപ്പോൾ ഇവിടെ ജനിച്ചവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഒക്കെ ഒരു അനുഗ്രഹം ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജനിച്ചതിൽ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നതിൽ എല്ലാം. ഇത്ര ഈ ക്രൗഡൊന്നും അല്ല, ഇത് ഒരു സൈഡിൻ്റെ ക്രൗഡാണ്. മീൻസ് ഞങ്ങൾ ഹോട്ടൽ ഇവിടെയാണ്, ഈ ഭാഗത്താണ്. അങ്ങനെ അപ്പം ഞാൻ പറയാം, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒന്നും ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും പീസ്ഫുള്ളായിട്ടും സമാധാനത്തിലും ജീവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണത്. അതായത് ഇവിടെ തന്നെ ജോലി, ഇപ്പോൾ ഈ കടയിൽ ജോലി അത് വിചാരിച്ചു, ഇവിടെ തന്നെ ജോലി. അപ്പോൾ എങ്ങനെയാണ് ഒരു നിസ്കാരം കഥാവണത്? എങ്ങനെയാണ് ഒരു തെറ്റ് ചെയ്യുക? ഇല്ലല്ലോ, കഴിയുന്നില്ലല്ലോ. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ പറയാം. ഇങ്ങോട്ട് വരാനും ചെയ്യാനൊക്കെ പറ്റിയല്ലോ, അതിന് അൽഹംദുലില്ലാ പറയാം. ഞാൻ കട്ട് ചെയ്യണേ വീഡിയോ. ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ ഇടയിൽ, ഇനി ഫോണ് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറൊരു കാര്യത്തിനും കൂടി ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കണം. അതായത് 3 മണി മുതൽ സൊഫയിലിരുന്ന് സുബൈ നിസ്കരിക്കാൻ വന്ന ജനങ്ങളാണിത് ഇത്രയും. അപ്പോൾ എന്തായാലും ദിവസം ഹറമിൽ വന്ന് സുബൈ നിസ്കരിക്കുന്ന ഒരാളുടെ അമൽ എത്രത്തോളം ഉണ്ടാവും എന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനൊക്കെ ചെയ്യണത് അലാറം അടിച്ചിട്ട് ഓഫാക്കി കിടക്കുക, അല്ലെങ്കിൽ അലാറം വർക്കാതെ തന്നെ കിടക്കുക. സുബൈയല്ലേ, പിന്നെ നിസ്കരിക്കാം. അങ്ങനെ വെള്ളം ഭയങ്കര തണുപ്പാണ്, ഇപ്പോൾ വിൻ്ററാണ്, ഒതു എടുക്കാൻ മടിയാണ്. ഇത്രയും ജനങ്ങൾക്ക് പറ്റുമെങ്കിൽ പിന്നെ ഇത്രയും ജനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചവനോട് പറയാൻ പോണത് ഇത്രയും എക്സ്ക്യൂസുകൾ. ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകൾ അപ്പോൾ ഇവർക്കൊന്നും ബാധകമല്ലല്ലോ. പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിനേക്കാൾ ഇരട്ടി തണുപ്പുണ്ട് ഈ നാട്ടിൽ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ ഒരു റിയലൈസേഷനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്.